നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റാബേസിന്റെ കേസിൽ ഏതൊക്കെ കാറ്റഗറീസ് ഓഫ് എറേഴ്സ് ആണ് ഷോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വന്ന എററാണ് ഇത് കെനോട്ട് കണക്ട് ടു MySQL സെർവർ ലോക്കൽ ഹോസ്റ്റ്. അതായത് നമ്മൾ സെർവറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ SQL ഓപ്പൺ ചെയ്തിട്ട് സെയിം ഇഷ്യൂ ആണ് കാണിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ SQL യോഗ ഓപ്പൺ ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് എറർ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം ഇഷ്യൂ ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. ആ ഒരു കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ട് സർവീസസ് സെർച്ച് ചെയ്യാം. സർവീസസിൽ വന്നിട്ട് അവിടെ ഒരു MySQL 80 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, അതവിടെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ്, പോസ്, റീസ്റ്റാർട്ട് ആണ് കാണിക്കുക. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പൈജാമ പ്രൊജക്ട് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഇഷ്യൂ എന്ത് ചെയ്തു, സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന എറർ ആണ് അൺനോൺ ഡാറ്റാബേസ് ന്യൂ 1 DBB എന്നാണ് നമുക്ക് നെക്സ്റ്റ് വന്ന എറർ. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാല്, അപ്പൊ ഈ ഒരു എറർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റാബേസ് പോയിട്ട് ഈ ഒരു ഡാറ്റാബേസിന്റെ പേര് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ കൊടുത്ത ഡാറ്റാബേസിന്റെ പേര് ന്യൂ 1 DB എന്നാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂ 1 DB എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ഈ സെറ്റിംഗ്സ് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഡാറ്റാബേസ് എന്താ, എക്സ്ട്രാ ഒരു ബി കൂടെ ഉണ്ട്. അത് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ആക്കിയിട്ടൊന്ന് കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് ചെയ്യും, ആ എറർ കൂടി സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന എററാണ് നമ്മുടെ പാസ്വേഡ് റോങ് ആവുന്ന കേസിൽ. അതായത് ഇവിടെ ഇപ്പൊ പാസ്വേഡ് 8 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് എറർ അവിടെ കാണിക്കും. ആക്സസ് ഡിനൈഡ് ഫോർ യൂസർ റൂട്ട് അറ്റ് ലോക്കൽ ഹോസ്റ്റ് യൂസിങ് പാസ്വേഡ് എസ്. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ നമ്മളെ പാസ്വേഡും നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയം കൊടുത്ത പാസ്വേഡും തമ്മിൽ അതായത് അത് മിസ്മാച്ച് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എറർ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു എറർ കൂടി അവിടെ റിമൂവ് ആയിട്ട് മാറും. അപ്പൊ നമ്മളിവിടെ നമുക്ക് ഈ ഒരു 3 ടൈപ്പ് ഓഫ് എറർ ആണ് നോർമലി എല്ലാ പ്രോഗ്രാമിലും നമ്മൾ നിൽക്കാറ്. അപ്പൊ ഇതൊക്കെയാണ് ഇത് സോൾവ് ചെയ്യേണ്ട മെത്തേഡ്.